വാഗമണ്ണിലെ ചാർജിംഗ് സ്റ്റേഷനിലേക്ക് കാർ ഇടിച്ചു കയറി 4 വയസ്സുകാരന് ദാരുണാന്ത്യം. വഴിക്കടവിലെ ചാർജിംഗ് സ്റ്റേഷനിലായിരുന്നു അപകടം. നേമം സ്വദേശി ആര്യ മോഹന്റെ മകൻ അയാനാണ് മരിച്ചത്. റാഫി കരീം വിവരങ്ങൾ നൽകും. റാഫി, ഇതാരാണ് ഇത്രയും അശ്രദ്ധമായി അലക്ഷ്യമായി ഈ വാഹനം അവിടേക്ക് ഓടിച്ചുകൊണ്ട് വന്നത്? ഒന്ന്. രണ്ട്, ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കും ഗുരുതര പരിക്കുണ്ടല്ലോ, അവരുടെ ആരോഗ്യനില എങ്ങനെ? വിജയകുമാർ, കുട്ടിയുടെ അമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം നടന്നത്. വാഗമൺ വഴിക്കടവിലെ ചാർജിംഗ് സ്റ്റേഷനിൽ സ്വന്തം വാഹനം ചാർജ് ചെയ്തതിനു ശേഷം ഈ വാഹനത്തിന് പുറത്തിറങ്ങി അവിടെ ഉണ്ടായിരുന്ന കസേരയിൽ ഇരിക്കുകയായിരുന്നു ഈ അമ്മയും കുട്ടിയും. ഇവരുടെ ദേഹത്തേക്കാണ് മറ്റൊരു വാഹനം പാഞ്ഞു കയറിയത്. നിയന്ത്രണം വിട്ട വാഹനമാണ് ഇവരുടെ ശരീരത്തിലേക്ക് ഇടിച്ചു കയറിയത്. ഇതിനുശേഷം ഇവരെ ഇരുവരെയും കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 4 വയസ്സുകാരനായ അയാന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അയാനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വഴിക്കടവിലെ ചാർജിംഗ് സ്റ്റേഷനിലേക്ക് ഈ വാഹനം പാഞ്ഞു കയറുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു വളവിലായിരുന്നു ഈ ചാർജിംഗ് സ്റ്റേഷൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വാഹനം നിയന്ത്രണം വിട്ട് ഈ മറ്റൊരു ഇലക്ട്രിക് വാഹനം നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ അയാന്റെ അമ്മ ആര്യ, 30 വയസ്സുള്ള ആര്യ ഇപ്പോഴും കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. റാഫി, ഈ വാഹനം ഓടിച്ചിരുന്നത് ആരാണ്? ഇതിന്റെ ഉടമ ആരാണ്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിലവിൽ പോലീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. യെസ്, നേമം സ്വദേശി ആര്യ മോഹന്റെ മകൻ അയാനാണ് മരിച്ചത്. ആര്യ മോഹൻ ഗുരുതരാവസ്ഥയിൽ കോട്ടയത്ത് ചികിത്സയിലാണ്.